ന്യൂക്ലിയർ പവർ സ്റ്റേഷനും അതുപോലെ തന്നെ തെർമൽ പവർ സ്റ്റേഷനും എന്താ ഹൈഡ്രോ ഇലക്ട്രിക്കും ഉണ്ടോ, ഇതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. പ്രധാനമായിട്ടും ന്യൂക്ലിയർ പവർ സ്റ്റേഷനും തെർമൽ പവർ സ്റ്റേഷനും കേട്ടോ, അതുപോലെ തന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഇപ്പം ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ എന്താണ് നടക്കുന്നത്? ന്യൂക്ലിയർ റിയാക്ഷൻ ആണ്, ന്യൂക്ലിയർ എനർജിയാണ്. അത് പ്രത്യേകം ഓർത്തോണം. ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ എന്താണ് നടക്കുന്നത്? ന്യൂക്ലിയർ എനർജി ഉപയോഗിച്ചിട്ടാണ്. അതായത് ചെയിൻ റിയാക്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ, കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ചെയിൻ റിയാക്ഷൻ ഉണ്ട്. അതുവഴി ന്യൂക്ലിയർ എനർജി എന്തായിട്ട് മാറുന്നുണ്ട്? ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നുണ്ട്. എന്നിട്ട് ആ ഹീറ്റ് എനർജി ഉപയോഗിച്ചിട്ട് ടർബൈൻ കറക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചെയിൻ റിയാക്ഷൻ ആണ് കേട്ടോ. അത് ഉപയോഗിച്ചിട്ട് ന്യൂക്ലിയർ എനർജി ഉണ്ടാക്കുന്നുണ്ട്. ദിസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു തെർമൽ എനർജി വിച്ച് ഈസ് യൂസ്ഡ് ടു ബോയിൽ വാട്ടർ ആൻഡ് പ്രൊഡ്യൂസ് സ്റ്റീം കേട്ടോ. തെർമൽ എനർജി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ്? വാട്ടറിനെ ബോയിൽ ചെയ്യും, എന്നിട്ട് അവിടെ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യും. ആ സ്റ്റീം ഉപയോഗിച്ചിട്ടാണ് ടർബൈൻ കറക്കുന്നത്. ദിസ് സ്റ്റീം ഡ്രൈവ്സ് ദ ടർബൈൻ ടു ജനറേറ്റ് മെക്കാനിക്കൽ എനർജി. പിന്നെന്താണ്? ജനറേറ്ററിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? എനർജി കൺവേർഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ന്യൂക്ലിയർ എനർജി, തെർമൽ എനർജി, മെക്കാനിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജി. ക്ലിയർ ആയല്ലോ? ഇനി തെർമൽ പവർ സ്റ്റേഷനിൽ എന്താണ്? ഇന്ധനങ്ങൾ കത്തിക്കുകയാണ് ചെയ്യുന്നത്. CNG, കോള്, കൽക്കരി പോലെയുള്ള ഇന്ധനങ്ങളൊക്കെ കത്തിച്ചിട്ട് അവിടെ കെമിക്കൽ എനർജി ഉണ്ടാക്കും. ക്ലിയർ ആയല്ലോ? ആ കെമിക്കൽ എനർജി ഉപയോഗിച്ചിട്ട് എന്താണ്? വെള്ളം ചൂടാക്കും, എന്നിട്ട് സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്നിട്ട് ആ സ്റ്റീം ഉപയോഗിച്ചിട്ട് ടർബൈൻ കറക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? കെമിക്കൽ എനർജി ഉപയോഗിച്ചിട്ട്, ഇവിടെ ന്യൂക്ലിയർ എനർജി ഉപയോഗിച്ചിട്ട് സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ടർബൈൻ കറക്കുന്നുണ്ട്. ഇവിടെ എങ്ങനെയാണ്? കെമിക്കൽ എനർജി ഉപയോഗിച്ചിട്ട്. അതെങ്ങനെയാണ്? ഫ്യൂവൽസ് ബേൺ ചെയ്തിട്ട്. ബൈ ബേണിംഗ് ഫ്യൂവൽസ് chemical energy is converted into thermal energy. This thermal energy is used to boil water and produce steam. The steam drives a turbine to generate mechanical energy which is supplied to the generator. മനസ്സിലായല്ലോ? ഇവിടെ നടക്കുന്ന എനർജി കൺവേർഷൻ ഏതാണ്? കെമിക്കൽ എനർജി തെർമൽ എനർജി ആയിട്ട് മാറുന്നുണ്ട്, മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുന്നുണ്ട്, പിന്നെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ദെൻ നെക്സ്റ്റ് ഈസ് എ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. അതും കൂടെ നോക്കാം. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എങ്ങനെയാണ്? വെള്ളം അവിടെ കെട്ടി നിർത്തും, ഈ ഉയരത്തിൽ കെട്ടി നിർത്തി വെച്ച് പിന്നെ അത് പെൻസ്റ്റോക്ക് വഴി മൂവ് ചെയ്യും. അപ്പം കൈനറ്റിക് എനർജി. പിന്നെ എന്തായിട്ട് മാറുന്നുണ്ട്? മെക്കാനിക്കൽ എനർജി അല്ലേ? ദ എനർജി ഓഫ് വാട്ടർ അറ്റ് എ ഹൈറ്റ് ഈസ് സ്റ്റോർഡ് ആസ് പൊട്ടൻഷ്യൽ എനർജി. ദിസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി. എങ്ങനെയാണ്? വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ ഫ്ലോയിങ് വാട്ടർ വിച്ച് ഡ്രൈവ്സ് എ ടർബൈൻ ടു ജനറേറ്റ് മെക്കാനിക്കൽ എനർജി വിച്ച് ഈസ് സപ്ലൈ ടു ജനറേറ്റർ. എനർജി കൺവേർഷൻ, പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, മെക്കാനിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജി. ഓരോന്നിനും നടക്കുന്ന എനർജി കൺവേർഷൻ പഠിക്കുക കേട്ടോ, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, മലയാളം മീഡിയത്തിലെ കുട്ടികൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്, നോക്കുക കേട്ടോ, വായിച്ച് മനസ്സിലാക്കുക.